ഇമാതിരി പോസ്റ്റുകൾ പടച്ചുവിടുന്നവരോടും അത് ഷെയർ ചെയ്യുന്നവരോടും അതിൻ്റെതായ ഒന്ന് വർഗീയത ചതിക്കുന്നവരോടും എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഈ വൃത്തികേട് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന നിങ്ങളോടാണ്. ഇവന്മാരുടെ ഈ വൃത്തികെട്ട അജണ്ട ഇങ്ങനെ നടപ്പാക്കാൻ അനുവദിച്ചാൽ അധികം വൈകാതെ തന്നെ നമ്മുടെ കേരളവും മറ്റൊരു UP ആയി മാറും. മനുഷ്യന്മാരുടെ മതം നോക്കി അവരെങ്ങോട്ടാണ് മുണ്ടൊടുക്കുന്നതെന്ന് നോക്കിയവരെ വർഗീയത പരത്താൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ചിലർ. തുണി ഉടുക്കാതെ വരുന്ന സന്യാസിമാരുടെ കാല് പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കാൻ അവർക്കൊരു മടിയുമില്ല. മതേതരത്വത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി മുണ്ടുടുത്തതിൻ്റെ പേരിൽ വർഗീയ പ്രചരണം നടത്താൻ നിങ്ങളുടെയൊക്കെ തലച്ചോറ് നായമയ്ക്കുകയോ? നിങ്ങൾ ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. ആ വീഡിയോയിൽ ശരിക്കും പിശാരടി മുണ്ടുകൊടുത്തിരിക്കുന്നത് വലത്തോട്ട് തന്നെയാണ്. 10 വോട്ട് പിടിക്കാൻ വർഗീയ പ്രചരണം നടത്താൻ വേണ്ടി ആ വീഡിയോ മിറർ ചെയ്ത് വലത്തോട്ടെടുത്ത മുണ്ട് ഇടത്തോട്ടാക്കി മാറ്റി കാണിക്കുകയാണ്. അത് മനസ്സിലാകണമെങ്കിൽ പിശാരടിയുടെ പുറകിലുള്ള ആ ഫ്ലെക്സ് ബോർഡിലേക്കൊന്ന് നോക്കിയാൽ മതി. പക്ഷേ പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കള്ളപ്രചരണങ്ങൾ നടത്താനും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ കഫം തിന്നുന്നതിലും ഭേദം നിനക്കൊക്കെ പോയി ചത്തൂടെ. ഓർത്തോ, ഇത് കേരളമാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ മുണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ എടുത്ത് ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളും ഒക്കെ ആഘോഷിക്കുന്ന ഒന്നാണ്. ഇവിടെ വന്ന് വർഗീയതര വിത്ത് പാകാൻ നോക്കിയാൽ ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ നിങ്ങളെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും.